ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചത് കൊണ്ടാണ് നമ്മുടെ രവിക്ക് വീണ്ടും ശ്വാസതടസ്സം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഈ വർഷയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രപതി പറയുന്നത് ഒന്നും കേൾക്കില്ല എന്നുള്ള മട്ടിലൊക്കെ ചന്ദ്രപതി സംസാരിക്കുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ രവിയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണേ. ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സുധി നിങ്ങളെല്ലാവരും തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വരാണ്ടിരുന്നെന്ന് പറയാണ്. തുടർന്ന് നമ്മുടെ വർഷ ഇവർ വന്നെന്ന് മനസ്സിലാക്കിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്നോ, അങ്കിൾ ആർ യു ഓൾ റൈറ്റ്, ശരിയായോ, ഇന്ന് തന്നെ വന്നല്ലോ, എന്താ ശരിയാവരുതെന്ന് നീ വിചാരിച്ചു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണ്. ഇത് കേൾക്കും. ഇല്ല, വലിയ എന്തോ ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചു 2-3 ഡേയ്സ് എടുക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമല്ലേ ഉണ്ടാവുള്ളൂ, എന്താ വലിയ പ്രോബ്ലം ഉണ്ടാവണം എന്നുള്ള കാര്യം നീ പ്ലാൻ ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അപ്പോഴേക്കും വാട്ടെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വർഷ. എന്ത് വാട്ടെന്നാ നീ പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒന്നും ആയില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണോ? ഹലോ, ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ, വർഷേ നീ സ്പ്രേ അടിച്ചത് കൊണ്ടാണ് അച്ഛന് ഇങ്ങനെ ആയെന്നുള്ള കാര്യം പറയാണ്. കൊതുക് കടിക്കരുതെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തത്, എല്ലാവരുടെ നല്ലതിന് വേണ്ടിയിട്ട്. നിനക്കെന്താ മരുന്നടിക്കലാണോ പണി? അങ്ങനെയാണെങ്കിൽ പോയിട്ട് റോട്ടിലടിക്കാൻ പറയുകയാണെങ്കിൽ സച്ചി. എടാ നീ എന്തിനാ ഇപ്പൊ അവളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്നുള്ള കാര്യം ചന്ദ്രബാബു ചോദിക്കുകയാണ് സച്ചിയുടെ അടുത്ത്. അവളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് കേട്ടില്ലേ? തെറ്റ് ചെയ്തിട്ട് അവൾ അത് സമ്മതിക്കുന്നില്ലല്ലോ. ആന്റി, ഈ വീട്ടിൽ വൈകുന്നേരം കൊതുക് വരുന്നുണ്ട് വല്ലാതെ, അത് കടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ, ഡെങ്കു വൈറൽ ഫീവർ എല്ലാം വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവരും പനി പിടിച്ച് കിടക്കുമായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഒരുപാട് സ്നേഹമുള്ള പോലെ നീ നടിക്കുന്നു വേണ്ട, നീ വേണമെന്ന് വിചാരിച്ച് തന്നെ മനഃപൂർവ്വം ചെയ്താന്നൊക്കെ പറയാണ് നമ്മുടെ സച്ചി. ശ്രീകാന്ത് ഇവരെടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വർഷ, അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതിന്റെ ദേഷ്യത്തിലാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത്. വർഷ, ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അടിക്കരുത് എന്നുള്ള കാര്യം, ഇങ്ങനെ ആവുമെന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം, ഇറ്റ്സ് ആൻ ആക്സിഡന്റ് എന്ന് പറയണേ. എന്ത് ആക്സിഡന്റ്? റോഡില് വണ്ടി അറിയാതെ പോയി ഇടിക്കുന്നതിനാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. വീട്ടിലേക്കുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്തു വെക്കുന്നതിന് ആക്സിഡന്റ് എന്നല്ല പറയാ, അഹങ്കാരം എന്നാണ്. ഏട്ടാ അതിനൊന്നും ആയില്ലല്ലോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ, അച്ഛന് ഒന്നും ആവുന്നതിന് മുമ്പ് തന്നെ രേവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, പക്ഷേ നീ നിന്റെ റൂമിൽ മാത്രം സ്പ്രേ ചെയ്താൽ പോരായിരുന്നു എന്നുള്ള കാര്യം കറക്റ്റാണ് ശ്രുതി ചേച്ചി പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു, മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കെയർ ചെയ്തല്ലോ, അതാണ് ഇപ്പൊ തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് വർഷ പോകുമ്പോഴേക്കും ചന്ദ്രമതി പുറകെ ചെല്ലുവാണ്. വർഷ, അങ്ങനെ തെറ്റൊന്നുമില്ല, ഇവർക്ക് ഓപ്പറേഷൻ ചെയ്തത് കൊണ്ട് കുറച്ച് സൂക്ഷിക്കണം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ അച്ഛന് ബ്രീതിങ് പ്രോബ്ലം വന്നു, സ്റ്റണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തുമ്മലോ അലർജി ഒന്നും വരാൻ വേണ്ടി പാടില്ല എന്ന് ശ്രുതി പറയാണ്. നീ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ, എന്താ ആന്റി ഇത്, ഈ വീട്ടിൽ ചെറിയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് പെർമിഷൻ മേടിക്കണോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് തരാൻ വേണ്ടി പറയല്ലോ. കണ്ടില്ലേ അവളുടെ സംസാരം എന്നുള്ള കാര്യം സച്ചി വയ്ക്കുമ്പോൾ, അവൾ അറിയാതെ ചെയ്തതെന്നുള്ള കാര്യം പറയാണ് രവി. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇത് അങ്ങനെയൊന്നും അല്ല അച്ഛാ, അവള് വേണമെന്ന് വെച്ച് ചെയ്തതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും, ശ്രീകാന്തെ നിന്റെ ചേട്ടൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ, അവരെ കുറിച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, വർഷേ നീ മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത്. ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നത്, അവർ സംസാരിക്കുന്ന കേട്ടില്ലേ, ഞാൻ വേണമെന്ന് വെച്ച് എന്തോ ചെയ്ത പോലെ. നിന്നെ ആരും കുറ്റം പറഞ്ഞതല്ല വർഷേ എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ, ആരാ പറഞ്ഞ കുറ്റം പറഞ്ഞതല്ല എന്ന്, ഇവള് കാരണമാണ് എല്ലാം സംഭവിച്ചത്, നന്നായിട്ട് ഇരുന്ന അച്ഛനെ ഇവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി എന്നുള്ള കാര്യം പറയാണ്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ, ഹോസ്പിറ്റലിൽ ചെലവായ പൈസ എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് തരാന്ന് പറയണേ. വർഷ, എന്താ നീ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കാണിക്കണോ? നിന്റെ പണം ആർക്ക് വേണം? മതി സംസാരിച്ച് നിങ്ങളൊക്കെ എങ്ങോട്ടാ കയറി പോകുന്നത്, ഇതൊക്കെ ആരെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യോ, എന്തോ അറിയാണ്ട് നടന്നു പോയതാണ്, എനിക്കൊന്നുമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ, പിന്നെ വെറുതെ ആവശ്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് രവി അങ്ങ് എണീക്കുമ്പോഴേക്കും അച്ഛൻ നിൽക്ക് പറഞ്ഞിട്ട് സച്ചി ഇവിടെ പിടിച്ചു നിർത്തുവാണ്. അച്ഛൻ ഇവിടെ ഇരിക്കുകയും രേവതി വാ കട്ടിലെടുക്കുക എന്ന് പറയാണ്. കട്ടിലെടുക്കുന്ന കാര്യം കേൾക്കുമ്പോഴേക്കും, എടാ ഓൾറെഡി നിങ്ങൾ ഞങ്ങളെ ഹാളിൽ കൊണ്ടുപോയി കിടത്തി, ഇനി ഇവിടുന്ന് കട്ടിലും കൂടി എടുക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. കട്ടില് ഉള്ളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ, എന്താ നിന്റെ ഭാര്യയ്ക്ക് തറയിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവള് പറഞ്ഞു. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് വേറെ ആളില്ലേ, എപ്പോൾ നോക്കിയാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാ? അച്ഛൻ എന്തായാലും ഇനി മുതൽ ഉള്ളിൽ കിടന്നാൽ മതി, അവിടെ ആരും മരുന്നൊന്നും കൊണ്ടേ അടിക്കില്ല. അത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോവാണേ. എടാ കട്ടിലൊന്നും അവിടെ നിന്ന് എടുക്കണ്ടെന്ന് രവി പറയുന്ന സമയത്ത് അച്ഛൻ മിണ്ടാതിരിക്കുക, ഇനി മുതൽ എന്തായാലും അച്ഛൻ ഉള്ളിൽ കിടന്നാൽ മതി, അച്ഛൻ്റെ അലർജിന്റെ പ്രോബ്ലം വരും, വാ സുധിയെ എടുക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധിയെ കട്ടിലെടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ കട്ടിലെടുക്കാൻ വേണ്ടി സച്ചി പോകുമ്പോഴേക്കും നിക്ക് എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രപതി ഇടയിൽ കയറുവാണ്. കണ്ടില്ലേ, നീയല്ലേ പറഞ്ഞത് കട്ടിലെടുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവള് റൂം തരില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി വരികയാണ്. അമ്മേ, എനിക്ക് വായുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ ആദ്യം ബെഡ് എടുത്ത് മാറ്റി, ഉള്ളിൽ ഫുള്ള് അലങ്കോലായി കിടക്കുവാണ്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ കട്ടിലെടുത്ത് ഉള്ളിലിട്ടാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി വാ പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ മുഖം കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി എപ്പോഴും അച്ഛന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുള്ളൂ,
മറ്റുള്ളവരെ മാതിരിയല്ല. അങ്ങനെ റൂമിൽ കൊണ്ടേ ഇരുത്തിയതിന് ശേഷം നമ്മുടെ രവിയുടെ അടുത്ത് ശ്രീകാന്ത് സോറി പറയുന്നുണ്ട്. എന്തിനാണ് സോറി പറയുന്നത്? വർഷ ദേഷ്യത്തിലാവും, നീ പോയിട്ട് അവളെ സമാധാനിപ്പിക്കുമെന്ന് പറയണേ. അതേടാ, നീ പോയിട്ട് അവളെ അടുത്ത് കാര്യം പറ. സച്ചി അവൻ്റെ വായ വെച്ച് ചുമ്മാ ഇരിക്കില്ല എന്നും ഒന്നും അവളെ വിചാരിക്കരുത് എന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അവിടുന്ന് പറഞ്ഞു വിടാണ് ചന്ദ്രമതി. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത്. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വർഷ പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സംസാരിക്കാതെ എന്താ ചെയ്യുക? നീ ചെയ്ത പണി അങ്ങനെയല്ലേ? ഓ, അപ്പൊ നിന്റെ ഏട്ടൻ എന്നെ ചീത്ത വിളിച്ചത് നീ ശരിയെന്ന് പറയാണെന്ന് ചോദിക്കുകയാണെ വർഷ. അവർക്ക് എന്ത് റൈറ്റ്സാ ഉള്ളത് എന്നെ ചീത്ത വിളിക്കാൻ? അവൻ ചീത്ത വിളിച്ചതിന്റെ റീസൺ ശരിയല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിന്റെ ഭാര്യ ഒരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നീ ശരിയെന്ന് പറയോ? അവരെ പോയി ചോദ്യം ചെയ്യാതെ നീ എന്തിനാ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നത്? നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? നിന്റെ മേലുള്ള തെറ്റ് നീ ഒരിക്കലും അംഗീകരിക്കില്ല. എന്റെ മേലിപ്പോ എന്ത് തെറ്റുള്ളതെന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഹോളിൽ പോയിട്ട് സ്പ്രേ അടിച്ചത്? മൊസ്കിറ്റോ കൂടുതലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടല്ലേ ഇപ്പൊ അച്ഛന് വീസിംഗ് പ്രോബ്ലം വന്നത്. ഞാൻ എല്ലാവർക്കും നല്ലത് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നിന്റെ അച്ഛന് ആസ്മ പ്രോബ്ലം ഉള്ളത് എനിക്കെങ്ങനെ അറിയാം? അവർക്ക് ആസ്മ പ്രോബ്ലം ഒന്നുമില്ല. അവർക്ക് ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് സ്റ്റണ്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തുമ്മൽ അലർജി ഒന്നും അവർക്ക് വരുന്നത് അത്ര നല്ലതല്ല. ഈ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എങ്ങനെ എനിക്ക് അറിയുന്നെന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ, അവർക്ക് ഓപ്പറേഷൻ ചെയ്തത് നിനക്ക് അറിയില്ലേ? അതെനിക്കറിയാം. പക്ഷെ അച്ഛന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നമാവും എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം? നീ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കണേ. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, MBBS അല്ല. ഇതിനൊക്കെ കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നിന്റെ ചേട്ടനെ പോലെ ഞാൻ നോൺസെൻസ് അല്ല എന്നുള്ള കാര്യം വർഷ പറയണേ. ഇപ്പൊ നമ്മളല്ലേ സംസാരിക്കുന്നത്, വെറുതെ എന്തിനാ സച്ചേട്ടനെ ഇതിലേക്ക് വലിച്ചിടുന്നത്? അവനാണല്ലോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചത്. അപ്പൊ നീ സ്റ്റാച്യു പോലെ നിന്നില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒച്ചെടുക്കുവാണോ? കാരണം നീ ചെയ്ത തെറ്റ് നീ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല വർഷ. അറിഞ്ഞോണ്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മിസ്റ്റേക്ക്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് തെറ്റ്, എന്നാൽ അറിയാതെ ചെയ്യുന്നതിന് മിസ്റ്റേക്ക് എന്നാ പറയാ. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാതെ നീ ലോജിക്ക് പറയാണോ? ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വെച്ചാൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കണം. അത്രയല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വർഷ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് പുറകെ ചെല്ലുന്നുണ്ട്. നേരെ നമ്മുടെ രവിക്ക് അരികിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് രവിയുടെ അരികിലേക്ക് ചെന്നിട്ട് വർഷ പറയുന്നുണ്ട്, അങ്കിളിന് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനുള്ള കാര്യം എനിക്ക് അറിയില്ല. ഓപ്പറേഷൻ നടന്ന കാര്യം ഞാൻ മറന്നുപോയി. അയ്യോ, പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യം ചിത്ര പറയുമ്പോൾ, ഇല്ല ആന്റി, ഞാൻ ചെയ്ത തെറ്റാണ്. മോസ്കിറ്റോ സ്പ്രേ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെങ്കു കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ സ്പ്രേ ചെയ്തത്. പക്ഷേ അങ്കിളിന് ഇത് കാരണം പ്രോബ്ലം ആയി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുമ്പോഴേക്കും ചന്ദ്രമതി ശ്രീകാന്തിനെ പിടിച്ചു വെക്കുകയാണ്. എന്താടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ പ്രശ്നമാണ്? ഇല്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവളുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ടടാ, അച്ഛനിപ്പോൾ എല്ലാം ശരിയായില്ലേ? ശരി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോവാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും വന്ന് മാപ്പ് ചോദിക്കുന്നത് കേട്ടില്ലേ എന്നുള്ള കാര്യം. എന്താ വലിയ വീട്ടിലെ പെണ്ണിന് മാപ്പ് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രവി തിരിച്ച് ചന്ദ്രയുടെ അടുത്ത്, ഞാനതിന് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ, നേരത്തെ അത് വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? എന്നാലും അവൾക്കൊരു കടമ എന്ന് പറയുന്നതില്ലേ, അതുകൊണ്ട് അവൾ അത് ചെയ്തു. അതാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന മരുമകൾക്കുള്ളത്. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾക്ക് അതില്ലല്ലോ. നിനക്ക് കണ്ണില്ല എന്നുള്ള കാര്യം പറ. സച്ചി ഇവിടെ കട്ടിൽ കൊണ്ടിടുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അതിന് ഒരു കാര്യവും തിരിച്ചു പറയാതെ ആ പെൺകുട്ടി അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ചെയ്യുകയും ചെയ്തു. അത് നിനക്ക് നല്ല ഗുണമായിട്ട് തിരിയുന്നില്ലേ? ഇപ്പൊ എന്താ അവൾക്ക് ത്യാഗിപ്പട്ടം കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ വീട്ടില് നമ്മുടെ റൂമിൽ നമ്മൾ ഇരിക്കും, അവള് നമുക്ക് പെർമിഷൻ തരണം. നിങ്ങൾ ചുമ്മാ അവളെ കുറിച്ചിട്ട് പുരാണൊന്നും പാടണ്ട. നിനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാവണ്ട. തുടർന്ന് വീണ്ടും വർഷയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ, എന്തിനാ ഇനിയും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ എന്ത് പണിയാണ് ചെയ്തത്? നീയല്ലേ പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞു. അവർക്കാണല്ലോ എഫക്റ്റ് ആയത്. അതുകൊണ്ട് കൺസേൺ പേഴ്സണെ ഇട്ടിട്ട് ഞാൻ അപ്പോളജൈസ് ചോദിച്ചു. ഇപ്പൊ നിന്റെ പ്രശ്നം എന്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ചെയ്ത തെറ്റ് ശരിക്കും ആക്സെപ്റ്റ് ചെയ്തിട്ട് സോറി ചോദിച്ചാൽ മാത്രമേ അതിലൊരു ആക്സെപ്റ്റൻസ് ഉള്ളൂ. നീ പറഞ്ഞതിന് സോറി എന്നാണോ പറയുന്നത്? നീ എന്തോ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ശ്രീകാന്തിന്റെ പ്രശ്നം എന്താ? ഇപ്പം സോറി പറയാൻ വേണ്ടി പറഞ്ഞു, അത് പറഞ്ഞു. ഇപ്പൊ അതിനും വേറെ എന്തൊക്കെ ഡെഫിനേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോഷ്യോപാത്ത് പോലെ നടക്കരുതെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീയാണ് അങ്ങനെ നടക്കുന്നത്. നിനക്കാണ് ഇമോഷൻസ് ഇല്ലാതെ മറ്റുള്ളവരുടെ ഇമോഷൻസിന് മതിപ്പ് കൊടുക്കാനും അറിയില്ല. നിന്റെ എന്ത് ഇമോഷനാണ് ഞാൻ മതിപ്പ് കൊടുക്കാത്തത്? നീയാണ് ചെറിയ കാര്യങ്ങൾക്ക് ഓവറായിട്ട് സംസാരിക്കുന്നത്. ഡോണ്ട് ബി സച്ച് എ ഡ്രാമ ക്വീൻ. ആര് ഡ്രാമ ചെയ്തു? നീയാണ് ഓവറായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്നത്. ആര്? എനിക്കാണോ
പ്രാന്തായ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, കയ്യിൽ കിട്ടിയത് അടിക്കുന്നു പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയാണേ. അതെടുത്ത് തിരിച്ചടിക്കുന്ന സമയത്ത് നീ എൻ്റെ അടുത്താണ് കളിക്കുന്നത്, നീ എന്നെ അടിക്കുമെന്ന് വെച്ചിട്ട് അവിടെയുള്ള ബോട്ടിലൊക്കെ എടുത്ത് അടിക്കാൻ വേണ്ടി പോവാണ്. ശ്രീകാന്തിന് അടി കൊള്ളുന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴത്തേക്ക് വേറൊരു ബോട്ടിൽ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി നിൽക്കുവാണേ. നീ എൻ്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ നീയല്ല ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്നത്. ഓഹോ, നിന്റെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ്, ഞങ്ങൾക്ക് എന്തോ ആവാന്നോ? എനിക്ക് അടി വാങ്ങിയിട്ട് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല, എനിക്കും എന്നെ കൊണ്ടും അതിന് പറ്റില്ല എന്നുള്ള കാര്യം വർഷയും. അങ്ങനെ എന്തായാലും രണ്ടുപേരും അടിയുണ്ടാക്കാതെ ബോട്ടിൽ താഴെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ആദ്യം നീ വെക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് വെക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി സെറ്റ് ആവാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ നമ്മുടെ രവിയുടെ ഫോണിലേക്ക് അച്ഛമ്മ വിളിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ കോൾ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത്. രവി കേട്ടോ അങ്ങനെ ഫോൺ എടുത്തിട്ട് അച്ഛമ്മയെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ വീട് കട അങ്ങനെ ആയിട്ട് ഭയങ്കര തിരക്കാണെന്നുള്ള കാര്യം പറയുകയാണേ. നീ ഇപ്പോഴും വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിന്റെ അമ്മയമ്മയുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അച്ഛമ്മ എനിക്ക് എന്നുള്ള കാര്യം പറയുകയാണേ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നിന്നെപ്പോലെ ഒരുത്തിയെ ചന്ദ്രയ്ക്ക് കിട്ടിയല്ലോ, അതൊക്കെ വിട്. നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഞാൻ കണ്ടു എന്നുള്ള കാര്യം പറയണേ. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് എടുത്തതാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് നമ്മുടെ അച്ഛമ്മ. സച്ചി നിനക്ക് താലി മേടിച്ചു തന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അച്ഛമ്മേ, അതുകൊണ്ട് സച്ചീറിനെ കൊണ്ട് തന്നെ താലി കെട്ടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. എനിക്കറിയാം, എന്റെ പേരക്കുട്ടി പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. നിന്റെ അമ്മായിമ്മയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചുണ്ടാവില്ലല്ലോ, വയറ് കത്തി എരിഞ്ഞിട്ടുണ്ടാവില്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചും കൊണ്ട് അതെ അച്ഛമ്മേ, സച്ചി നല്ല ഉത്തരവാദിത്തമുള്ളവനായിട്ട് മാറി, അത്രയും നീ മാറ്റിയെടുത്തു അവനെ. ഇനി എനിക്ക് അവനെ കുറിച്ചിട്ട് ഒരു പേടിയുമില്ല, നീ അവനെ നേർവഴിക്ക് കൊണ്ടുവരും. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം. ശരി അച്ഛമ്മേ, അച്ഛമ്മയുടെ അനുഗ്രഹം അച്ഛന്റെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും സുഖമായിട്ടിരിക്കും. പിന്നെ രവി സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛന് ചെറിയ എന്നുള്ള കാര്യം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പറയരുതെന്ന് രവി കാണിക്കുകയാണ്. അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ അവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് അച്ഛമ്മയാണോ വിളിക്കുന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതേന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്ഛമ്മയ്ക്ക് അറിയോ ഇന്നലെ അച്ഛനെ ഹോസ്പിറ്റലിൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പറയരുതെന്ന് രവി പറയുകയാണേ. എന്താണോ ഹോസ്പിറ്റലിൽ, എന്താ പ്രശ്നം? അതൊന്നുമില്ല അച്ഛമ്മേ, ഇന്നലെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കപ്പ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു പറയണേ. അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ചെറിയ ആശ്വാസമാവുന്നുണ്ട്. സമാധാനം, ഞാൻ ആകെ പേടിച്ചു പോയി. അവൻ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്തായാലും നിങ്ങളൊക്കെ കൂടുതൽ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ നീ അയച്ചിരിക്കുന്ന കല്യാണ ഫോട്ടോ ഇല്ലേ, അത് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ. നമ്മുടെ രേവതി ശബ്ദത്തിൽ ആദ്യത്തെ സ്റ്റേജ് കടന്നു എന്നുള്ള കാര്യം പറയുകയാണെ. താലി വാങ്ങിക്കൊടുത്തു, നീ എന്റെ പേരക്കുട്ടിയല്ലേ, പറഞ്ഞ അത് ചെയ്യും. എല്ലാവരും സന്തോഷത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ അലയും, പക്ഷേ സ്വന്തം ഭാര്യയെ സന്തോഷമായിട്ട് വെക്കുന്ന ഭർത്താവിന് എപ്പോഴും സന്തോഷമേ ഉണ്ടാവുള്ളൂ. നീ അവളെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവള് നിന്നെ രാജാവാക്കും നാട്ടിലെ എന്നുള്ള കാര്യം പറയണേ. അയ്യോ അച്ഛമ്മ, എനിക്കതൊന്നും വേണ്ട, ഞാൻ എപ്പോഴും എന്റെ രാജാവായിട്ട് വാഴുന്നു പറയണം. കേട്ടോ രേവതി, നീ എന്നെ നാട്ടിൽ രാജാവാക്കുന്നാണ് അച്ഛമ്മ പറയുന്നത്. അതിനെന്താ, ഞാൻ ആക്കിക്കോളാം എന്ന് പറയണേ. കേട്ടോ അച്ഛമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാം അവള് നടത്തി കാണിക്കുന്നു പറയണേ. പിന്നെ ഒരു കാര്യം, നീ ആ ഫോട്ടോ എനിക്ക് അയക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അന്ന് അമ്പലത്തിൽ മാല ചാർത്തിയ ആ ഫോട്ടോ അയച്ചല്ലോ, നല്ലതാണെന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞില്ലേ. ഇനി ഏത് വേറെ ഫോട്ടോ ആണ്? അതല്ലടാ, നിങ്ങൾ അന്ന് വന്ന സമയത്ത് എല്ലാവരും കൂടി കുടുംബത്തോടു കൂടി ചേർന്നൊരു ഫോട്ടോ എടുത്തില്ലേ, ആ ഫോട്ടോ അയക്ക്. അത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനാണ്. അതാണോ അച്ഛമ്മേ? അങ്ങനെയാണെങ്കിൽ ഈ 2 ഫോട്ടോസും ഞാൻ വലുതാക്കി ഫ്രെയിം ചെയ്തിട്ട് പാർസലായിട്ട് അയച്ചു തരാം. ശരി, രവിയുടെ അടുത്ത് ഞാൻ പിന്നെ സംസാരിക്കാന്ന് പറ, ഞാനിപ്പോ തോട്ടത്തിലെ പണിക്ക് പോവാണ്, പിന്നെ സമാധാനമായിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വെക്കാണ് കേട്ടോ. അച്ഛൻ എന്തിനാണ് അച്ഛമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും എന്നുള്ള കാര്യം പറയണേ. വീണ്ടും അച്ഛന് വയ്യാണ്ടായി എന്നുള്ള കാര്യം അച്ഛമ്മയുടെ അടുത്ത് മറച്ചു വെച്ചു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേദനിക്കേണ്ടി വരും അച്ഛ. നിങ്ങളൊക്കെ രക്ഷപ്പെടും. അതൊക്കെ ഞാൻ വേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞോളാം. പറയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിക്കോളാം, അച്ഛമ്മയുടെ അടുത്ത് വീണ്ടും എനിക്ക് അടി വാങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത്. വേണമെങ്കിൽ ഇവൾ അടി മേടിച്ചോട്ടെ, ഞാനെന്തിനാ മേടിക്കുന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ നീയല്ലേ എപ്പോഴും പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ പാതി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഭർത്താവിനെ കിട്ടേണ്ട അടിയൊന്നും നീ പാതി മേടിച്ചോ? അത് വിടടാ, അമ്മ എന്താ പറഞ്ഞത്? അത് അച്ഛമ്മ പറഞ്ഞത് അന്ന് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് ഫ്രെയിം ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതാടാ. നീ ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുപോവാ, ഇവിടെ വലിയതായിക്കോട്ടെ, നമുക്ക് ഇവിടെ വെക്കാം. അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതെല്ലാം, എന്തിനാ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്? പിന്നെ വീട്ടിലല്ലാണ്ട് റോഡിലാണോ ഫോട്ടോ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. ഓൾറെഡി കുറെ ഫോട്ടോസ് വെച്ചിട്ട് സ്ഥലം മൊത്തം പോയി കിടക്കുവാണ്. കണ്ടില്ല അച്ഛൻ, നമ്മുടെ കുടുംബത്തോട് കൂടി എടുത്ത ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലമില്ല. നേരത്തെ ഞങ്ങളുടെ ഫോട്ടോ വെക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അതും വെക്കണ്ടെന്ന്. അതിന് ബാക്കി ഫോട്ടോസൊക്കെ അല്ലേ, പിന്നെന്താന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അച്ഛ, ഇവരുടെ പ്രശ്നം ഫോട്ടോ വെക്കുന്നതല്ല, ഞാനും രേവതി ഉണ്ടല്ലോ, ആ ദേഷ്യം. ഞങ്ങളുടെ ഫോട്ടോ തനിയെ വെക്കുന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് താങ്ങിയില്ല. നിന്റെ ഈ ബുദ്ധിക്കാണ് ചന്ദ്രൻ ഞാൻ ഈ വീട്ടിൽ ഫോട്ടോ വലുതാക്കി വെക്കണമെന്ന് പറഞ്ഞ്. എന്തൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്നില്ലേ, ആ ഫോട്ടോ ഇവിടെ വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്ന കാര്യം ഓർമ്മയിൽ വരും. എന്ത് സന്തോഷമായിട്ടിരുന്നു എന്ന് ദിവസം മൊത്തം നിങ്ങള് അമ്മ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചില്ലേ.
ശ്രുതിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പാതിയിൽ പോയി. അവിടെ നടന്ന മത്സരത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇതില് എന്താ സന്തോഷമുള്ളത്? ചന്ദ്രേ, നിന്റെ കണ്ണിൽ പ്രശ്നം മാത്രമേ തെളിയൂ. കുടുംബത്തോടു കൂടി എല്ലാവരും ഒന്നായിട്ടിരുന്നല്ലോ, അതുകൊണ്ട് ആ ഫോട്ടോ ഇവിടെ വെക്കണം. ഇപ്പോഴും കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫോട്ടോ എല്ലാവരും കാണുന്ന സമയത്ത് ഒത്തൊരുമയോടുകൂടി സന്തോഷമായിട്ടിരുന്നത് ഓർമ്മ വരും. അത് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അതുകൊണ്ടാണ് ഫോട്ടോ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അവരെന്തെങ്കിലും പറയട്ടെ അച്ഛാ. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് നന്നായിട്ട് സൂപ്പറായിട്ട് ഫോട്ടോ താക്കാൻ അറിയാം. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ട് വരാം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ്. തുടർന്ന് നമ്മുടെ സച്ചി ആണെങ്കിൽ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അറിയുന്ന കടയിലേക്ക് പോവാണ് കേട്ടോ. കുറെ നാളായിട്ട് സച്ചിയേട്ടനെ കാണാനില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ തിരിച്ചെത്തിയതേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയതാക്കി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഫോട്ടോ ആണ്? സച്ചിയേട്ടന്റെ കല്യാണ ഫോട്ടോ ഒന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. എന്റെ കല്യാണം എങ്ങനെ നടന്നുള്ള കാര്യം നിനക്കറിയാലോ, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഏട്ടാ, എന്തൊക്കെയോ പ്രശ്നം എന്നുള്ള കാര്യം അറിഞ്ഞു. എന്നാൽ ഇപ്പൊ എല്ലാം ശരിയായിടാ. പുതിയൊരു കല്യാണ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിക്കുകയാണേ. അല്ല സച്ചേട്ടാ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ, ഇത് എന്റെ ഭാര്യ തന്നെയാടാ. വീണ്ടും കോവിലിൽ വെച്ചിട്ട് താലി കെട്ടി. അത് വേറൊരു കഥയാണ് പിന്നെ പറയാം. ഇത് വലുതാക്കിയിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറയുകയാണേ. എന്തായാലും 2 ഫ്രെയിം ചെയ്യണം. ഓ ശരി, ചെയ്തു തരാന്ന് പറയുന്നുണ്ട്. ഫോട്ടോ നന്നായിട്ടുണ്ട്, A3 സൈസിൽ എടുക്കാന്നുള്ള കാര്യം പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നാട്ടിൽ പോയ സമയത്ത് ഫാമിലി ആയിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഇതും വലുതാക്കി ആക്കണമെന്ന് പറയണേ. പൊങ്കൽ സെലിബ്രേഷൻ ആണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് സച്ചി പറയുന്നുണ്ട്. ശരി, 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയണേ. അത് കഴിഞ്ഞ് ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ചന്ദ്രമതി അതിൽ കാണുവാണ്. ഫോട്ടോ കണ്ടിട്ട് ഇതാരാ സച്ചിയേട്ടാ, നിങ്ങളുടെ സ്വന്തക്കാരാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എന്റെ സ്വന്തം തന്നെയാണ്, എന്റെ അമ്മയാണ്. അല്ല, എന്താണ് നീ ചോദിച്ചത്? ചുമ്മാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല, ഈ കാര്യം ചോദിച്ചപ്പോൾ നിന്റെ മുഖം മാറിയല്ലോ. എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ഒരു നിമിഷം സച്ചിയേട്ടനൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുറച്ച് നാൾ മുമ്പ് ആരെങ്കിലും സച്ചിയുടെ അമ്മയുടെ ബാങ്കിൽ നിന്ന് പണം എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അമ്മയുടെ കയ്യിൽ നിന്ന് പലിശക്കാരന് പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരോ പൈസ എടുത്തു എന്നാ പറഞ്ഞത്. നിനക്ക് എങ്ങനെയാ അറിയുന്നത്? എന്റെ കടയുടെ മുമ്പിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ് ആണ്. അതൊന്ന് നോക്ക് സച്ചേട്ടൻ. അങ്ങനെ 2 പേര് ഹെൽമെറ്റ് ഇട്ടിട്ട് ബൈക്കിൽ അടിച്ചോണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ടേ. ആടാ, ചപ്പ സത്യമായിട്ടും അടിച്ചോണ്ട് പോയല്ലേ. ഞാൻ വിചാരിച്ചു അമ്മ ചുമ്മാ പറയാണെന്നുള്ള കാര്യം. 2 പേരും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആരാ എന്താന്നുള്ള കാര്യം അറിയില്ലല്ലോ. ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ വേറൊരു ക്യാമറ ഉണ്ട്, അതിലെ ഫുട്ടേജും കൂടി സച്ചേട്ടൻ കാണുക അതിലെ ഫുട്ടേജും കൂടി സച്ചേട്ടനൊന്ന് നോക്കുമെന്ന് പറയുന്നുണ്ടേ. അതിനകത്ത് കറക്റ്റ് നമ്മുടെ ശരത്ത് ബാഗ് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകുന്നത് കാണുവാണ് കേട്ടോ നമ്മുടെ സച്ചി. അന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും പണം അടിച്ചുകൊണ്ട് പോയത് ആ ബൈക്കിൽ വന്ന് നമ്മുടെ ശരത്തും അതുപോലെ വേറെ ഒരുത്തനാന്നുള്ള കാര്യം നമ്മുടെ സച്ചി മനസ്സിലാക്കാണ് കേട്ടോ സത്യം. സച്ചിയുടെ ഭാവം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവനെ അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചിയേട്ടൻ്റെ അടുത്ത്. അന്ന് നടന്ന ഉടനെ തന്നെ പോലീസ് വന്ന് ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും, എനിക്കറിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും നീ നന്നായി കൊടുക്കാണ്ടിരുന്നത്. അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? നീ വേറെ ആരുടെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, ആദ്യമായിട്ട് സച്ചിയേട്ടൻ്റെ അടുത്താണ് ഇപ്പൊ കാണിക്കുന്നത്. ശരി, നീ എന്ത് ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോണിലേക്ക് ഈ വീഡിയോ കയറ്റിയിട്ട് നിന്റെ കയ്യിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും.